ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 2 മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വരാം. അപ്പോൾ ഇതേമാതിരി നമ്മൾക്ക് പീസാക്കണം. എന്നിട്ട് വളരെ പൊടിയായിട്ട് വേണം ഈ മാങ്ങ കട്ട് ചെയ്യാനായിട്ട്. നമ്മളത് വേവിക്കുന്നൊന്നുമില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതേമാതിരി വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളക്, ഒരു 10-15 വെള്ളുള്ളി അല്ലിയുമാണ്. അപ്പോൾ ഈ 3 പച്ചമുളക് അതേപോലെ പൊടിയായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയിലേക്ക്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് തൊലി കട്ടിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ വെന്ത് പോകും. അപ്പോൾ ഇതേപോലെ തന്നെ എന്തായാലും ഉണ്ടാക്കാത്തതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉപ്പെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 6 വറ്റൽമുളക് ഇട്ടു. തീ ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരും. ഈ സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം. ഇനി അതേ ചീനിച്ചട്ടിയിൽ ഇതേപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതായത് ഓയിൽ എന്ന് വെച്ചാൽ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതേമാതിരി കായം ഇതേപോലെ പൊടിയായി കട്ട് ചെയ്ത കായത്തിൻ്റെ പീസ് ചേർത്ത് നല്ലതുപോലെ നമുക്കതൊന്ന് മൊരിയിച്ചെടുക്കാം. അതായത് കരിഞ്ഞു പോകാതെ നമ്മൾക്ക് അതൊന്ന് ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ കായൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വികസിച്ച് നല്ലപോലെ തന്നെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ നേരത്തെ മുളക്, ഉലുവ, കടുക് അതൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ കായം കൂടി ചേർത്ത് നമ്മൾക്ക് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും ഉണ്ടാവും. ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ കട്ട് ചെയ്ത മാങ്ങയിലേക്ക് ഇത് 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ഈ മാങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം ചേർത്ത് അധിക സമയം വെക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇത് പൊടിക്കാനുള്ള സമയം മാത്രമേ വേണ്ടൂ. നല്ലതുപോലെ ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇത്. രാവിലെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പോരാത്ത ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ അച്ചാറാകുന്ന സമയത്ത് നമ്മൾക്ക് ഉപ്പും എരിവും അത്യാവശ്യം നന്നായിട്ട് വേണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു 1.5 സ്പൂൺ വിനീഗർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ അച്ചാർ ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് 2-3 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം വരെ നമുക്കിത് ഇരിക്കും. ഫ്രിഡ്ജില്ലാത്ത വീടുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ പോകുന്നവർക്ക്, ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇത് കൊടുത്തു വിടാനും പറ്റും. ഇനി നേരത്തെ നമ്മൾ കായം പൊടിച്ച അതേ എണ്ണയിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുന്ന സമയത്ത് അല്പം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത വെള്ളുള്ളിയാണ്, അത് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണമായി. ആ കായത്തിൻ്റെയും ഉലുവയുടെയും വെള്ളുള്ളിയുടെ ഒക്കെ മണം നല്ല ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു അല്പം മുളക് പൊടി, ഒരു കളറിന് അതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമ്മളത് മാങ്ങ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി മാങ്ങ റെസിപ്പി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിന് അച്ചാറെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ദശക്കട്ടിയുള്ള മാങ്ങ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് പിന്നെ തണുപ്പത്ത് വെച്ച് ഒന്ന് വെള്ളമൊക്കെ വാർത്തതിന് ശേഷമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോഴാണ് കുറേ കാലം കേടുകൂടാതിരിക്കുക. പിന്നെ കൂടുതൽ എണ്ണയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ നമ്മൾ പരിമിതമായ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഇതാ വേറെ ബൗളിലേക്ക് ഇതാ പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ മാങ്ങ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ ഒരു പച്ചക്കറിയും പിന്നെ അടിപൊളി ഈ മാങ്ങാച്ചാറും പിന്നെ നമ്മൾ കുറച്ച് തൈരും ഉണ്ട്. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.